അമ്മ എന്താ വരാത്തെ? എത്ര നേരമായി? നീ എന്തായി നോക്കുന്നേ? ഞാൻ നോട്ടടിക്കുന്ന വിഷയം വല്ല ഉണ്ടെന്നാണോ വിചാരം? പഠിച്ചേ മീരെ ഒന്ന്. ഹലോ സീമേ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജോലി പോകുമെന്ന്. എനിക്കൊരു നോട്ടീസ് പീരീഡ് പോലും തന്നില്ല ആ MD. ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല സീമേ. ഈ നശിച്ച AI കാരണം എല്ലാവരുടെയും ജോലി പോകുമെന്നാ തോന്നുന്നത്. എൻ്റെ ഈ പ്രായത്തിൽ ഇനി ജോലി കിട്ടുന്നത് പാടാ. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പറയണേ. രാവിലെ ആരാടാ ഫസ്റ്റ് പീരീഡ്? നോക്കട്ടെ. മീര ടീച്ചറാണ്. എന്ത് പറ്റി അവൾക്ക്? വാ പോയി നോക്കാം. നിനക്കെന്താ പറ്റിയേ? ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ രാത്രി അമ്മ വീട്ടിൽ കരയായിരുന്നു. ഇന്നലെ ഒന്നും കഴിച്ചിട്ടുമില്ല അമ്മ. അത് എൻ്റെ അമ്മയുടെ ജോലി പോയോ? അതെനിക്കറിയില്ല. അമ്മ സീമ ആൻറ്റിയോട് പറയുന്നത് കേട്ടതാ കാരണമാ ജോലി പോയേ. അയ്യോ, അപ്പൊ നമുക്കൊരു മീ വരുമോ? ഹായ്, നമുക്കിനി സ്കൂളിൽ വരണ്ടല്ലോ. റോബോട്ടൊക്കെ പഠിച്ചല്ലോ. നിങ്ങൾക്ക് എന്ത് ഈ പറഞ്ഞ വലിയ അപകടമല്ലേ? എന്താ പറയുക? എന്ത് പറ്റി? ഇപ്പൊ നിങ്ങക്ക് PT അല്ലേ? എന്താ പോവാത്തെ? എന്ത് പറ്റി മീര? ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു, ആകെ ഒരു മൂഡ് ഓഫ്. നിങ്ങൾ കൂടെ വരും, നമുക്ക് സംസാരിക്കാം. എന്തു പറ്റി മീര? ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു, ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. എന്തു പറ്റി ഇയാൾക്ക്? ശ്രദ്ധിച്ചു, അമ്മയുടെ ജോലി പോയി. അതെന്ത് പറ്റി? കാരണം ജോലി പോയെന്ന് അമ്മ പറഞ്ഞു. കാരണം എങ്ങനെ ടീച്ചർ ജോലി പോകുന്നത്? എന്താ ടീച്ചർ AI എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അത് നമ്മൾ നിങ്ങളുടെ പേരൻസിന്റെ ഒക്കെ ഫോണിലെ ലോക്ക് കണ്ടിട്ടില്ലേ? അത് ഫേസ് ലോക്കും ഫിംഗർ പ്രിന്റും ഒക്കെ, അതെല്ലാം ഈ AI ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ന റോബോട്ട് അല്ലേ? AI ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് റോബോട്ടുകൾ. എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മൾ മനുഷ്യർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് AI പ്രവർത്തിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് AI അഡാപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം AI എന്ന് പറയുമ്പോൾ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അതിന് ഒരുപാട് ദോഷവശങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെ എന്റെ അമ്മയുടെ ജോലി പോയി? അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ദോഷവശങ്ങളുള്ളതാണ് AI. അതിന്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലികൾ തീർക്കും. അപ്പൊ നമുക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ നമുക്ക് ജോലി സാധ്യതകൾ കുറയും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് AIയുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. പക്ഷെ അതുപോലെ തന്നെ AIക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിപ്പോ നമ്മൾ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഫാക്ടറി ജോലികളിലൊക്കെ AIക്ക് വളരെ വലിയ റോളുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് സാറ്റലൈറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മനുഷ്യർ പോയി നന്നാക്കുന്നതിനേക്കാളും ഒരു റോബോട്ടിനെ AI റോബോട്ട്സ് യൂസ് ചെയ്തിട്ടും
അത്തരം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മെഡിസിനൽ ഫീൽഡിലും നമുക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മെഡിസിനൽ ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഈ ട്രീറ്റ്മെന്റിനും പിന്നെ അതുപോലെ പെട്ടെന്ന് കണ്ടെത്താൻ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. സർജറികളിലൊക്കെ ഇപ്പം AI നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല സർജറീസ് നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് AI നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ആശുപത്രിയിൽ വരുമോ? എന്റെ അച്ഛന് ജോലി പോവോ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ജോലിയൊന്നും AI കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാരണം AIക്ക് ചിന്തിക്കാനായിട്ടുള്ള ശേഷിയില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും AIക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല. ഇനി ഭാവിയിലേക്ക് ഉണ്ടാവാം, അതുപോലും നമ്മുടെ കയ്യിലാണ്. മനുഷ്യർ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്റെ ചേട്ടന്റെ കൊടുക്കും ടീച്ചറെ. അപ്പൊ ചേട്ടൻ ഏതോ ഒരു GTയോ PTയോ അതിലെന്തോ ഇട്ടിട്ട് എനിക്ക് ഫോൺ എനിക്ക് തരും. ഞാൻ അത് നോക്കി എഴുതിയിട്ട് അങ്ങോട്ട് തരും. ChatGPT ആണോ? അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതെന്താ ChatGPT? നിനക്ക് അറിഞ്ഞൂടെ? അത് നമ്മൾ അസൈൻമെന്റ് കൊടുത്താൽ പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടും. പെട്ടെന്ന് അപ്പൊ കിട്ടും. നിങ്ങൾ അങ്ങനെയാണല്ലേ എഴുതുന്നത് അസൈൻമെന്റ് ഒക്കെ? ശരിക്കും ChatGPT എന്ന് പറഞ്ഞത് AI പ്ലാറ്റ്ഫോമാണ്. ഇത് നമ്മൾ എന്ത് ഇൻഫർമേഷൻ, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസ് കിട്ടും. അത് കംപ്ലീറ്റ്ലി റിലയബിൾ ആണെന്ന് വെച്ചാൽ അല്ല, ചില തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. നിങ്ങൾ ഈ കോറിഡോറിലെ ലൈബ്രറി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രണ്ടുപേരും കണ്ടിട്ടുണ്ട് ടീച്ചർ. നിങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ഒന്നും ക്രിയേറ്റിവിറ്റി ഇല്ലാതായി പോയത് അതെന്താ വെച്ചാലേ, നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒറിജിനാലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ മിസ്സാവും. അതായത് നമ്മൾ സ്വയം ചിന്തിക്കാൻ മടിക്കും. അതായത് നിങ്ങളൊക്കെ മടിച്ചുകളായി പോയത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്വയം അത് ചെയ്യാനല്ല, എല്ലാവർക്കും നമുക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് എന്താ ഒരുപാട് വർക്ക് ചെയ്യേണ്ട. അപ്പം നമുക്കത് എളുപ്പപ്പണിയാവുകയാണ്. പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിന്റെ ചിന്താശേഷിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ നല്ലതാണോ ചീത്തയാണോ? തീർച്ചയായും നല്ലതാണ്. ജോലി പോയില്ലേ? തീർച്ചയായും മോളുടെ അമ്മയുടെ ജോലി പോകില്ല. മോളുടെ അമ്മയ്ക്ക് നല്ലൊരു ജോലി തന്നെ ഇനി കിട്ടും. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. വാ നമുക്ക് ക്ലാസ്സിൽ പോവാം, ബെല്ലടിക്കാറായി. വാ. കുട്ടികൾ യൂസ് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് അഡാപ്റ്റ് ചെയ്യാറുണ്ട്. സത്യത്തിൽ പ്രശ്നം അതല്ല, അതെങ്ങനെ വിശ്വസിക്കണം എന്നുള്ളതിലാണ്. ഈ അവസരത്തിൽ AI ബഹിഷ്കരിക്കുകയോ പേടിക്കുകയോ അല്ലെങ്കിൽ ആ ടൂളിനെ കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടുന്നത്. AIനെ നമ്മൾ നേരെ ഉപയോഗിക്കാൻ പഠിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ചിന്തകളും AIക്ക് വിട്ടുകൊടുക്കാതെ നമ്മളും AIയോടൊപ്പം ചിന്തിക്കണം. ഒരു ചെറിയ ശീലം എല്ലാവരും തുടങ്ങി വെക്കുക. Decide. No longer rules, no complicated system, just critical thinking. Smart tool works best when people make smart choices. Let's teach our students how to question before they trust.